ഹായ് ഫ്രണ്ട്സ്, ആറാമത്തെ വീഡിയോയുള്ള നമ്മൾ മൂന്നാമത്തെ പാർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അടുത്തത് പറയാനുള്ളത് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ സ്വിച്ചാണ്. സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ സ്വിച്ചാണ്. നോർമൽ കണ്ടീഷനിൽ സർക്യൂട്ടിനെ മേക്ക് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും കപ്പാസിറ്റി ഉള്ള ഒരാളാണ് സർക്യൂട്ട് ബ്രേക്കർ. അതായത് നമുക്ക് നോർമൽ കണ്ടീഷൻസിൽ ആ സർക്യൂട്ടിനെ നമുക്ക് മാനുവലായിട്ട് സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും, ആ സർക്യൂട്ടിനെ മാനുവലായിട്ട് നമുക്ക് മേക്ക് ചെയ്യാനും പറ്റും. സർക്യൂട്ടിനെ ലൈവ് ആക്കാനും നമ്മൾ ആ സർക്യൂട്ടിനെ അതിനകത്ത് നിന്ന് ഡിസ്കണക്ട് ചെയ്യാനും പറ്റുന്ന ഒരു ഡിവൈസാണ് സർക്യൂട്ട് ബ്രേക്കർ നോർമൽ കണ്ടീഷനിൽ. ഇനി നമ്മളുടെ അബ്നോർമൽ കണ്ടീഷനിനകത്ത് നമ്മുടെ അബ്നോർമൽ കണ്ടീഷനകത്ത് സർക്യൂട്ടിനെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടി ആർക്കുണ്ട്? ഈ ഒരു സർക്യൂട്ട് ബ്രേക്കറിന് ഉണ്ട്. അപ്പോൾ ഈ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കണ്ടീഷനകത്ത് നമുക്ക് ഈ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാനും മേക്ക് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ അബ്നോർമൽ കണ്ടീഷനിൽ നമുക്ക് ഈ സർക്യൂട്ടിനെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോർമലി ഇപ്പോൾ നമ്മൾ പറയുന്നത് വയറിംഗ് ആക്സസറീസാണ്. വയറിംഗ് ആക്സസറീസായിട്ട് ബന്ധപ്പെട്ട സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് MCB ആണ്, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ്. അതൊരു സർക്യൂട്ട് ബ്രേക്കർ ആക്ച്വലി നമ്മളൊരു വലിയൊരു ടോപ്പിക്കാണ്. അത് പവർ സിസ്റ്റത്തിനകത്ത് നമ്മൾ വലിയ രീതിയിലുള്ള വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ, എയർ സർക്യൂട്ട് ബ്രേക്കർ, ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, അങ്ങനെ പലതരത്തിലുള്ള സർക്യൂട്ട് ബ്രേക്കറിൽ നിങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് പവർ സിസ്റ്റം നമ്മുടെ സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല. എന്താണോ നമ്മളുടെ ആ സർക്യൂട്ട് ബ്രേക്കറിനകത്ത് ആർക്ക് ക്വെഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം, ആ മീഡിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ, എയർ സർക്യൂട്ട് ബ്രേക്കർ, ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, SF6 സർക്യൂട്ട് ബ്രേക്കർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വയറിങ്ങിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ നോർമലി അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഫോം, അതിനുള്ള ഒരു മിനിയേച്ചർ ഫോം, അതിനെയാണ് നമ്മൾ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ MCB എന്ന് പറയുന്നത്. ഈ MCB നമ്മൾ ഫ്യൂസിന് പകരമായിട്ടും നമ്മൾ MCB യൂസ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ നമ്മളുടെ ഏറ്റവും കൂടുതൽ വയറിങ്ങിൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ സർക്യൂട്ടിനെ അല്ലെങ്കിൽ ഓരോ സബ് സർക്യൂട്ടുകളെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ബോർഡിനകത്ത് എന്തുണ്ടാവും? ഓരോ MCBകൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ MCBകൾ തന്നെ പല രീതിയിൽ അല്ലെങ്കിൽ പല സീരീസിലാണ് MCB ഉള്ളത്. അപ്പോൾ 3 സീരീസാണ് നോർമലി MCBക്ക് ഉള്ളത്. ഒന്നാമത്തത് L സീരീസ്, രണ്ടാമത്തത് G സീരീസ്, മൂന്നാമത്തത് DC സീരീസ്. അപ്പോൾ ഈ LGDC എന്നൊക്കെ പറയുന്നത് പലതരം അപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സീരീസുകളാണ്. അപ്പോൾ L സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസിസ്റ്റീവ് ലോഡുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന MCB ആണ് L സീരീസ് MCB എന്ന് പറയാം. അപ്പോൾ നമ്മൾ വയറിങ് ചെയ്യുന്നു, നമ്മൾ ഷോപ്പിൽ പോയി കണ്ട് അല്ലെങ്കിൽ നമ്മുടെ വയറിങ് ഷോപ്പിൽ പോയി കണ്ട് ഇലക്ട്രിക്കൽ ഷോപ്പിൽ പോയി കണ്ട് നമ്മൾ എന്തിനാണോ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത്, നമുക്ക് 2 രീതിയിലുള്ള MCBകളുണ്ട്. അതിൽ നമ്മൾ റെസിസ്റ്റീവ് ലോഡുകൾ, അതായത് നമ്മളുടെ ഗീസർ, ഓവന്, ലൈറ്റിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ ജനറൽ കാര്യങ്ങൾ അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് L സീരീസ് MCB ആണ്. ഇനി G സീരീസ് MCB എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ലോഡുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ട് ബ്രേക്കറാണ് അല്ലെങ്കിൽ MCB ആണ് G സീരീസ് എന്ന് പറയുന്നത്. അതായത് മോട്ടർ, AC, ഹാൻഡ് ടൂള്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പവർ സബ് സർക്യൂട്ടുകൾ, അതായത് നമ്മുടെ എന്തെങ്കിലും മോട്ടർ കൺട്രോൾ ചെയ്യാനുള്ള MCB അല്ലെങ്കിൽ ACയുടെ MCB, ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും നമ്മുടെ നോർമൽ ലൈറ്റിംഗ് സിസ്റ്റത്തിനകത്തുള്ള MCB എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ആ MCBയുടെ ലേബലിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലോ അതിൻ്റെ റിട്ടേൺസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ L സീരീസ് അല്ലെങ്കിൽ G സീരീസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാനുഫാക്ചറിങ് കോഡുകൾ അതിനകത്തുണ്ടാവും. ഇനി ഇതല്ലാതെ നമ്മൾ G സീരീസും L സീരീസും നമ്മൾ യൂസ് ചെയ്യുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ യൂസ് ചെയ്യുന്ന 2 MCBകളാണ്. ഇനി ഡയറക്റ്റ് കറണ്ടിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ MCB എന്ന് പറയുന്നത് DC സീരീസ് MCB ആണ്. അത് 220 വോൾട്ട് DC വരെ നമ്മൾ അല്ലെങ്കിൽ 6 കിലോ ആംപിയർ കപ്പാസിറ്റി വരെ ക്യാരി ചെയ്യാൻ പറ്റുന്ന MCBകളാണ് DC സീരീസ് MCB എന്ന് പറയുന്നത്. ഇതാണ് 3 സീരീസ് ഓഫ് MCB എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മോഡിഫിക്കേഷനാണ് MCCB, മൗൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. അതേപോലെ തന്നെ അടുത്തുള്ള ഒന്നാണ് ELCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അതായത് നമ്മൾ നോർമലി എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു RCCBയും ELCBയും ഏകദേശം ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. റെസിഡ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ സർക്യൂട്ടിനകത്തുള്ള റെസിഡ്വൽ കറണ്ടിനെ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റെസിഡ്വൽ കറണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. ഏകദേശം ഒരുപോലെയാണ്, എന്നാലും ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. അപ്പോൾ
ഈ ELCB നമ്മളൊരു ഇലക്ട്രിക് ഷോക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് വരുന്ന സിറ്റുവേഷൻസിൽ എർത്തിലേക്ക് ഒരു ലീക്കേജ് ഉണ്ടാവും. ആ സമയത്ത് എർത്ത് ലീക്കേജ് ഫാൾട്ടുകൾ വരുന്ന സമയത്ത് സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ELCB അല്ലെങ്കിൽ RCCB നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ELCB ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അതിനാണ് കുറച്ചും കൂടെ സെൻസിറ്റിവിറ്റിയും RCCBയെ കമ്പയർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ELCBക്കാണ് നമുക്ക് കുറച്ചും കൂടെ സെൻസിറ്റിവിറ്റി ഒക്കെ കൂടുതലുള്ളത്. അതുകൊണ്ട് RCCB നമ്മളധികം യൂസ് ചെയ്യാറില്ല. പകരം നമ്മൾ ELCB ആണ് നമ്മൾ സർക്യൂട്ടുകളിൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ RCCB എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് ഓർത്തിരിക്കുക. റെസിഡ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കറാണ്. സർക്യൂട്ടിനകത്ത് റെസിഡ്വൽ കറണ്ട് ഉണ്ടെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RCCB യൂസ് ചെയ്യുക. എർത്ത് ലീക്കേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ELCB. ഇതിന് രണ്ടിൻ്റെയും കോമ്പിനേഷൻസും കൂടി ഉണ്ട്. ബട്ട് നമ്മൾ ELCB മിനിമം നമ്മുടെ സർക്യൂട്ടിനകത്ത് നിർബന്ധമാണ് ആസ് പെർ ഐ റൂൾ. അപ്പോൾ ELCB നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മുടെ സർക്യൂട്ടിനകത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ രണ്ട് തരത്തിലാണ് ELCB ഉള്ളത്. ഒന്ന് വോൾട്ടേജ് ഓപ്പറേറ്റഡ് ELCBയും അതേപോലെ തന്നെ കറണ്ട് ഓപ്പറേറ്റഡ് ELCBയും. വോൾട്ടേജ് ഓപ്പറേറ്റഡ് ELCBയും അതേപോലെ തന്നെ കറണ്ട് ഓപ്പറേറ്റഡ് ELCBയും. ഇത് രണ്ടും രണ്ട് ELCBയുടെ ടൈപ്സാണ്. അതിൽ ഒന്നാമത് നമ്മൾ നോക്കുക, വോൾട്ടേജ് ഓപ്പറേറ്റഡ് ELCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ സർക്യൂട്ടിനെ മേക്ക് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും ചെയ്യുക. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അപ്പോൾ നമ്മളുടെ ELCB നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഒരു എർത്ത് ലീക്കേജും നമ്മളുടെ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ എർത്തിൻ്റെയും ഇതിൻ്റെയും ഇടയിലാണ്, സർക്യൂട്ടിൻ്റെ ഇടയിലാണ് വരുന്നത്. അപ്പോൾ അതിനകത്തുള്ള ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 24 വോൾട്ടിന് മേലെ വരികയാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈപ്പ്, അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് ELCB ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് വോൾട്ടേജ് ഓപ്പറേറ്റഡ് ELCB എന്ന് പറയാം. ക്ലിയർ? അതിനെയാണ് നമ്മൾ വോൾട്ടേജ് ഓപ്പറേറ്റഡ് ELCB എന്ന് പറയാം. ഇനി നമ്മൾ കറണ്ട് ബേസ് ചെയ്തിട്ടാണെന്ന് വിചാരിക്കാം. അതായത് നമ്മളുടെ സർക്യൂട്ടിനകത്തുള്ള കറണ്ട് രണ്ട് ബേസ് ചെയ്ത് രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള കറണ്ടിൻ്റെ വെക്ടർ സം 0 ആവുക എന്ന് വിചാരിക്കാം. കറണ്ടിൻ്റെ വെക്ടർ സം 0 ആവുന്ന സിറ്റുവേഷൻസിൽ അപ്പോൾ കറണ്ട് ബേസ് ചെയ്ത് ഇങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സർക്യൂട്ട് ബ്രേക്കറിനാണ് അല്ലെങ്കിൽ ELCB ആണ് കറണ്ട് ഓപ്പറേറ്റഡ് ELCB എന്ന് പറയാം. വോൾട്ടേജ് കൺട്രോൾഡ് ELCB അല്ലെങ്കിൽ വോൾട്ടേജ് ഓപ്പറേറ്റഡ് ELCBയെക്കാളും കറണ്ട് ഓപ്പറേറ്റഡ് ELCB കുറച്ചും കൂടി ഈസിയാണ്. ഓപ്പറേഷൻസും അതിൻ്റെ മറ്റ് പാരാമീറ്റർ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വോൾട്ടേജിനേക്കാളും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം കറണ്ട് ഓപ്പറേഷനാണ്. അപ്പോൾ കറണ്ട് ഓപ്പറേറ്റഡ് ELCB ആണ് നമ്മൾ നോർമലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്നും കൂടി ഓർത്തിരിക്കും. രണ്ട് ടൈപ്പ് ELCB ആണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് സർക്യൂട്ട് ബ്രേക്കറിലെ ELCB എന്താണ്, MCB എന്താണ്. നോർമലി ഇതിൽ കൂടുതൽ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊന്നും നമുക്കിതിൽ ചോദിച്ച് കണ്ടിട്ടില്ല. കൺസ്ട്രക്ഷൻ ഉണ്ട്, ELCBയുടെ ബ്ലോക്ക് ഡയഗ്രാം അല്ല, നമ്മളതിൻ്റെ സെക്ഷണൽ വ്യൂ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അത്രയും വ്യൂസ് അത്രയും ഡെപ്തിലൊക്കെ ഒന്നും ഇതുവരെ PSC ഇങ്ങനെ ചോദിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അതിൻ്റെ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതെന്താണെന്നും അതിൻ്റെ ടൈപ്സും കുറച്ച് സീരീസും കാര്യങ്ങളും മാത്രം അറിഞ്ഞാൽ മതി. ഇനി നമുക്കറിയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇലുമിനേഷൻ എന്ന് പറയുന്ന പോർഷനാണ്. അപ്പോൾ ഇലുമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇലുമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലുമിനേഷൻ എന്ന് പറയുന്ന ഒറ്റ ടേം മാത്രമേ സിലബസ് തന്നിട്ടുള്ളൂ. അപ്പോൾ ലാമ്പുകളെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ലാമ്പിൻ്റെ കാര്യം പറയാം. അപ്പോൾ ലാമ്പിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിനില്ല, പകരം നമ്മൾ ഇലുമിനേഷൻ്റെ കുറച്ച് ടേംസും കാര്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് ലൂമിനസ് ഫ്ലക്സ് ആണ്. അതായത് ഒരു ലുമിനസ് ബോഡി ഒരു സെക്കൻഡിൽ റേഡിയേറ്റ് ചെയ്യുന്ന എനർജിയെ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിനെ പറയുന്ന പേരാണ് ലൂമിനസ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുമൻ ആണ്. ഇതിനകത്തുള്ള ടേമുകൾ പലപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ടേമുകളാണ്. അപ്പോൾ ലൂമിനസ് ഫ്ലക്സ്, ലുമന് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ലൂമിനസ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ റേഡിയേറ്റ് ചെയ്യുന്ന ഒരു ലുമിനസ് ബോഡി ഒരു സെക്കൻഡിൽ റേഡിയേറ്റ് ചെയ്യുന്ന എനർജിയെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ലൈറ്റിനെ പറയുന്ന പേരാണ് ലൂമിനസ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫൈ എന്ന് പറയുന്ന ടേം വെച്ചിട്ടാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ലുമനാണ്. അടുത്തതാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇതൊരു SI ടേമിൽ വരുന്ന ഒരു കാര്യമാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ലൈറ്റ് സോഴ്സ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് സോളിഡ് ആംഗിളിൽ തരുന്ന ലൈറ്റിനെ പറയുന്ന പേരാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഒരു പർട്ടിക്കുലർ ലൈറ്റ് സോഴ്സ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് സോളിഡ് ആംഗിളിൽ തരുന്ന ലൈറ്റിനെയാണ് നമ്മൾ ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുക. ലൂമിനസ് ഇൻറ്റൻസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് കാൻഡില എന്ന് പറയുന്ന യൂണിറ്റിലാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന സാധനമാണ് ലൂമിനസ് ഫ്ലക്സും ലൂമിനസ് ഇൻറ്റൻസിറ്റി, ഇലുമിനേഷൻ എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ അടുത്തതാണ് ലുമൻ. ലുമൻ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. ലുമൻ എന്ന് പറയുന്നത് നമ്മളുടെ ലുമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ്. ലുമൻ എന്ന് പറയുന്നത് ലുമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഒരു സ്റ്റിറേഡിയൻ, അതിനൊരു ഡെഫിനിഷൻ ആണെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് കണ്ടെയ്ൻ ഇൻ വൺ സ്റ്റിറേഡിയൻ. ഒരു സോഴ്സിൻ്റെ ഒരു സ്റ്റിറേഡിയൻ ഏരിയയിൽ ഉണ്ടാകുന്ന ലൈറ്റിനെ പറയുന്ന പേരാണ് ലുമൻ. ആക്ച്വലി അത് ലുമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ്, ഓർത്തിരിക്കുക. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്ന സമയത്താണ് ഈ പറഞ്ഞ സാധനങ്ങൾക്ക് ഡെഫിനിഷനൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ഇലുമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയയിൽ പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ലുമിനസ് ഫ്ലക്സിനെ പറയുന്ന പേരാണ് ഇലുമിനേഷൻ അല്ലെങ്കിൽ ലുമിനൻസ് എന്ന് പറയും. ഇലുമിനൻസ് അല്ലെങ്കിൽ ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഏരിയയിൽ പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ലുമിനസ് ഫ്ലക്സിനെയാണ് നമ്മൾ ഇലുമിനേഷൻ അല്ലെങ്കിൽ ലുമിനൻസ് എന്ന് പറയുന്നത്. അതായത് ലുമൻ പ്ലസ് ലുമൻ പെർ മീറ്റർ സ്ക്വയർ ഇതിനെ തന്നെയാണ് നമ്മൾ ലക്സ് എന്ന് പറയുന്നത്. നമ്മൾ ലക്സ് മീറ്റർ വെച്ചിങ്ങാണ്ട് മെഷർ ചെയ്യുന്നത് ഈ ലക്സ് ആണ്. ലക്സ് മീറ്റർ അല്ലെങ്കിൽ കറണ്ടിൻ്റെ നമ്മൾ ലൈറ്റിൻ്റെ ലൈറ്റ് മീറ്റർ എന്ന് പറയുന്നത് ലക്സ് ആണ് മെഷർ ചെയ്യുന്നത്. ആക്ച്വലി ലക്സ് അതായത് ഒരു ലൈറ്റ് സോഴ്സിൻ്റെ എത്ര ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളതാണ് ഫിസിക്കലി നമ്മൾ ഇലുമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫിസിക്കലി അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് സോഴ്സിന് എത്ര ഔട്ട്പുട്ട് തരാൻ പറ്റും, അതാണ് നമ്മൾ ലൈറ്റ് മീറ്ററിൽ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ലക്സ് മീറ്ററിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അത് ആക്ച്വലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര ലുമിനസ് ഫ്ലക്സ് ഉണ്ട് അതിനെയാണ് നമ്മൾ ഇലുമിനേഷൻ അല്ലെങ്കിൽ ഇലുമിനൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കുറച്ച് ടേമുകൾ. ഈ ടേമുകൾ ലുമിനസ് ഫ്ലക്സ്, ലുമിനസ് ഇൻറ്റൻസിറ്റി, ഇലുമിനേഷൻ, ലുമിനൻസും ഇലുമിനേഷനും ഒന്ന് തന്നെയാണ്. യൂണിറ്റുകൾ ലുമന്, കാൻഡല, ലക്സ് അല്ലെങ്കിൽ ലുമൻസ് പെർ മീറ്റർ സ്ക്വയർ, ഇത് മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. ഇനി 2 ലോ ആണ് ഇലുമിനേഷനുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്നാമത്തത് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയും. അതായത് ഇലുമിനേഷൻ ഓഫ് എ സർഫസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ഫ്രം ദ സോഴ്സിൽ നിന്നും സ്ക്വയർ ഡിസ്റ്റൻസ് ആണ് ഇലുമിനേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി. ഇതിനെയാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുക. രണ്ടാമത്തെ ലോ ആണ് ലംബാർട്ട് സ്ക്വയർ ലോ എന്ന് പറയുന്നത്. ആസ് അക്കോർഡിംഗ് ടു ദിസ് ലോ ഇലുമിനേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൊസൈൻ ഓഫ് ദി ആംഗിൾ മെയ്ഡ് ബിറ്റ്വീൻ. അതായത് നമ്മളുടെ ഒരു ഇലുമിനേഷൻ സർഫസും ഇതൊരു ഇലുമിനേഷൻ സർഫസാണെന്ന് വിചാരിക്കുക. ഞാനൊരു ആംഗിൾ വെച്ചിരിക്കുന്നു. ഇലുമിനേഷൻ സർഫസാണ്, ഇത് ഇൻസിഡൻറ്റ് റേ ആണ്. ഇത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇലുമിനേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൊസൈൻ ഓഫ് ദി ആംഗിൾ തീറ്റ. കോസ് തീറ്റയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇലുമിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇത് ഇൻസിഡൻറ്റ് സർഫസ് ആണ്, ഇത് ഇൻസിഡൻറ്റ് റേ ആണ്. ഇത് തമ്മിലുള്ള ആംഗിളിൻ്റെ കൊസൈൻ ആയിരിക്കും ഇലുമിനേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുക. അതാണ് ലംബാർട്ട് കൊസൈൻ ലോ എന്ന് പറയുന്നത്. ഈ 2 ലോ ആണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്, ഇലുമിനേഷനിൽ മെയിനായിട്ട് പറയാനുള്ളത്. അടുത്തത് ഇനി നമുക്ക് പറയാനുള്ളത് എർത്തിങ് ആണ്. എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നോൺ കണ്ടക്റ്റിംഗ് മെറ്റൽ ബോഡിയെ അല്ലെങ്കിൽ നോൺ കണ്ടക്റ്റിംഗ് ആയിട്ട് ഒരു അപ്ലയൻസസിനെ നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടിനെ നമ്മൾ എർത്തിലേക്ക്, അതല്ലെങ്കിൽ സർക്യൂട്ടിനെ നമ്മൾ എർത്തിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എർത്തിങ് എന്ന് പറയുക. അപ്പോൾ 2 രീതിയിലാണ് നമുക്ക് എർത്തിങ് ഉള്ളത്. ഒന്ന് സിസ്റ്റം എർത്തിങ്ങും സിസ്റ്റം എർത്തിങ്ങും അതേപോലെ തന്നെ എക്യുപ്മെൻറ്റ് എർത്തിങ്ങും. സിസ്റ്റം എർത്തിങ്ങും അതേപോലെ എക്യുപ്മെൻറ്റ് എർത്തിങ്, ഇങ്ങനെ 2 രീതിയിലാണ് നമുക്ക് എന്ത് വരുന്നത്, എർത്തിങ് വരുന്നത്. അപ്പോൾ സിസ്റ്റം എർത്തിങ് എന്ന് പറയുന്നത് നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ ഡയറക്റ്റ് എർത്തിങ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിസ്റ്റം എർത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റം എർത്തിങ് നമ്മൾ നോർമലി ജനറേറ്റിംഗ് സ്റ്റേഷനിലും അതേപോലെ തന്നെ സബ് സ്റ്റേഷനിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഒരിക്കലും നമ്മൾ സിസ്റ്റം എർത്തിങ് ചെയ്യാറില്ല. നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന എർത്തിങ് എന്ന് പറയുന്നത് എക്യുപ്മെൻറ്റ് എർത്തിങ് ആണ്. പക്ഷേ നമ്മൾ സബ് സ്റ്റേഷനുകളിലും ജനറേറ്റിംഗ് സ്റ്റേഷനുകളിലൊക്കെ ചെയ്യുന്നത് സിസ്റ്റം എർത്തിങ് ആണ്. അവിടെ മറ്റേ നമ്മളുടെ ഈ നോർമൽ എർത്തിങ്, എക്യുപ്മെൻറ്റ് എർത്തിങ് ഉണ്ടെങ്കിൽ കൂടെ സിസ്റ്റം എർത്തിങ് ആണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റം എർത്തിങ് ചെയ്യുന്നത് നമ്മളുടെ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ 0 ആക്കി വെക്കുക, അതേപോലെ തന്നെ ഫാൾട്ടിൽ നിന്നും സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതിനൊക്കെയാണ് നമ്മൾ സിസ്റ്റം എർത്തിങ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സിസ്റ്റം എർത്തിങ് നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷനിലും അതേപോലെ സബ് സ്റ്റേഷനിലും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, അത് ഓർത്തിരിക്കുക. നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യാറില്ല. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ നോർമലി എർത്തിങ് എന്ന് പറയുന്നതിന് എക്യുപ്മെൻറ്റ് എർത്തിങ് എന്നാണ് പറയുക. ഈ എക്യുപ്മെൻറ്റ് എർത്തിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് ഷോക്ക് വരുന്ന സിറ്റുവേഷൻസിൽ, ആ ഇലക്ട്രിക് ലീക്കേജ് വരുന്ന എർത്തിലേക്ക് പോകുന്ന ലീക്കേജ് വരുന്ന സിറ്റുവേഷൻസിൽ, അത്തരം സിറ്റുവേഷൻസിലൊക്കെ നമ്മുടെ ഹ്യൂമനെ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്യുപ്മെൻറ്റ് എർത്തിങ് നോർമലി ചെയ്യുക. അപ്പോൾ എക്യുപ്മെൻറ്റ് എർത്തിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 രീതിയിലാണ് മെത്തേഡ് ഉള്ളത്. ഒന്ന് പൈപ്പ് ഇലക്ട്രോഡും അല്ലെങ്കിൽ പ്ലേറ്റ് ഇലക്ട്രോഡും. ഇലക്ട്രോഡ് വെച്ചിട്ടാണ് നമ്മൾ എക്യുപ്മെൻറ്റ് എർത്തിങ് ചെയ്യുന്നത്. അത് പൈപ്പ് ഇലക്ട്രോഡോ അല്ലെങ്കിൽ പ്ലേറ്റ് ഇലക്ട്രോഡോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ എക്യുപ്മെൻറ്റ് എർത്തിങ് ചെയ്യുക. അപ്പോൾ അങ്ങനെ 2 രീതിയിലാണുള്ളത്. ഒന്നെങ്കിൽ റോഡ് അല്ലെങ്കിൽ പൈപ്പ് ഇലക്ട്രോഡ്. ഇത് ആക്ച്വലി ഒരു റോഡാണ്, ഒരു സിലിണ്ട്രിക്കൽ ഹോളോ റോഡാണ്. ഈ റോളോ ഹോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ കോപ്പറോ അല്ലെങ്കിൽ GIO ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അതല്ലെങ്കിൽ സ്റ്റീൽ അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയോൺ ആണെങ്കിൽ ഇതിന് അറ്റ്ലീസ്റ്റ് 16 mm ഡയമീറ്ററുള്ള ഒരു റോഡായിരിക്കണം. ഇപ്പോൾ സപ്പോസ് നമ്മൾ കുറച്ചും കൂടെ നല്ല എർത്തിങ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കോപ്പർ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് 12.5 mm ഡയമീറ്റർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ എർത്തിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്കിതിൻ്റെ ഫിഗറും എക്സ്പ്ലനേഷൻസ് ഒന്നും ആവശ്യമില്ല, പക്ഷേ ഈ പറഞ്ഞ വാല്യൂസാണ് ആവശ്യം. ഇതിൻ്റെ ഡയമീറ്റർ എത്രയാണ്, ഇതിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ എത്രയാണ്, അതേപോലെ തന്നെ ലെങ്ത് എത്രയാണ്. ഈ ഇൻറ്റേർണൽ ഡയമീറ്ററിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ 38 mm കുറയാൻ പാടില്ല ഇൻറ്റേർണൽ ഡയമീറ്റർ. അത് നമ്മൾ കാസ്റ്റ് ഗാൽവനൈസ്ഡ് അയണോ അല്ലെങ്കിൽ സ്റ്റീലോ ഉണ്ടാക്കുമ്പോൾ 100 mm കുറയാൻ പാടില്ല, നമ്മളത് കാസ്റ്റ് അയണിലാണ് ചെയ്യുന്നതെങ്കിൽ. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2.5 മീറ്ററിൽ ഒരു കാരണവശാലും കുറയാൻ പാടില്ല. സപ്പോസ് നമ്മളിപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ അടിച്ചടിച്ച് ഇറക്കുകയാണ് ചെയ്യുക. അപ്പോൾ അടിച്ചിറക്കുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ റോക്കോ അല്ലെങ്കിൽ അത്രയും കുറച്ച് ഹാർഡായിട്ടുള്ള എന്തെങ്കിലും പോർഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 2.5 മീറ്റർ താഴ്ചയിൽ ഇത് പോവില്ല, അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പാറയാണ്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ഇതിൻ്റെ ലെങ്ത്തിൽ യാതൊരു തരത്തിലുള്ള എക്സ്ക്യൂസും അല്ലെങ്കിൽ എക്സംഷൻസും ചെയ്യാൻ പറ്റില്ല. 2.5 മീറ്ററിൽ തന്നെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കണം, നിർബന്ധമാണത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോഡിനെ നമുക്കൊന്ന് ചരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ താഴോട്ട് അടിച്ചു കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇത് സർഫസിൽ നിന്നും 30 ഡിഗ്രിയിൽ കൂടുതൽ ഇൻക്ലിനേഷൻ ഈ ഒരു ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഹാർഡ് സർഫസ് ഉള്ളതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അതിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമുക്ക് ആ ഇലക്ട്രോഡിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചരിച്ചു കൊണ്ടുപോകാം. പക്ഷേ ആ ഇലക്ട്രോഡിനെ നമ്മൾ ചരിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ചരിവ് 30 ഡിഗ്രിയിൽ കൂടാൻ പാടില്ല. ആ വാല്യൂം ഓർത്തിരിക്കുക, 30 ഡിഗ്രി. ഇത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ അത്രയും ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ 30 ഡിഗ്രിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാം. അതാണ് പൈപ്പ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്ലേറ്റ് ഇലക്ട്രോഡ്. പ്ലേറ്റ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഗാൽവനൈസ്ഡ് അയോൺ അല്ലെങ്കിൽ കോപ്പറോഡൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഗാൽവനൈസ്ഡ് അയോൺ അല്ലെങ്കിൽ സ്റ്റീൽ ആണെങ്കിൽ 6.3 mm തിക്നെസ് മിനിമം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അത് കോപ്പറിലാണെങ്കിൽ 3.15, അതായത് ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60/60 × 6.3 mm ആയിരിക്കണം. അത് GIO അല്ലെങ്കിൽ സ്റ്റീലോ ആണെങ്കിൽ. അതല്ലെങ്കിൽ 60/60 × 3.15. ഈ രണ്ട് 16 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തുമാണ്. ഇതൊരു പ്ലേറ്റാണ്, കോപ്പറിൻ്റെ പ്ലേറ്റ് ആണെങ്കിൽ ഇത് 60 ഉണ്ടായിരിക്കണം, ഇത് 60 ഉണ്ടായിരിക്കണം. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് കോപ്പർ ആണെങ്കിൽ 3.15ഉം അതല്ല GI ആണെങ്കിൽ 6.3 ആയിരിക്കണം പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ പ്ലേറ്റിനെ നമ്മൾ എർത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് നമ്മൾ വെർട്ടിക്കലായിട്ടാണ് വെക്കുക. ഇപ്പോഴത്തെ നമ്മൾ ഇങ്ങനെയല്ല വെക്കുക, വെർട്ടിക്കലായിട്ടാണ് നമ്മൾ ഈ പ്ലേറ്റിനെ നമ്മൾ എർത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ 1.5 മീറ്ററിൽ മിനിമം 1.5 മീറ്ററെങ്കിലും ഇത് താഴേക്ക് പോയിരിക്കണം. അപ്പോൾ പ്ലേറ്റ് എർത്തിങ് ആണ് നമുക്ക് പൈപ്പ് എർത്തിങ്ങിനേക്കാൾ കൂടുതൽ, കാരണം കുറച്ച് ഏരിയ കൂടുതൽ കിട്ടും. ഇതൊക്കെ നമ്മൾ നോർമലി പ്ലേറ്റ് എർത്തിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ജനറേറ്റർ അതേപോലെ തന്നെ മോട്ടർ കുറച്ച് പോലെയുള്ള ഹെവി ലോഡുകൾക്കൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലേറ്റ് എർത്തിങ് ചെയ്യുന്നത്. കാരണം പ്ലേറ്റ് എർത്തിങ് നമ്മുടെ പൈപ്പ് എർത്തിങ്ങിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുക റോഡ് അല്ലെങ്കിൽ പൈപ്പ് എർത്തിങ് ആണ് ചെയ്യുക. ഇത് നമ്മൾ മെഷീൻസിൻ്റെ കേസുകളിലൊക്കെ അല്ലെങ്കിൽ ഹെവി ലോഡായിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലേറ്റ് എർത്തിങ് ആണ്. അപ്പോൾ ആ പ്ലേറ്റ് എർത്തിങ് തന്നെ നമ്മൾ ഡബിൾ എർത്തിങ്ങും ട്രിപ്പിൾ എർത്തിങ്ങും എന്നൊക്കെ പറയും. അപ്പോൾ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ റേറ്റിംഗ് ഒക്കെ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ജനറേറ്ററിൻ്റെ ഒരു 400 kV അല്ലെങ്കിൽ 500 kV ഒക്കെ ആണെങ്കിൽ അതിന് നമ്മൾ ഒരു പ്ലേറ്റ് എർത്തിങ് ഒന്നും മതിയാവില്ല. അപ്പോൾ അവിടെ നമുക്ക് ഡബിൾ എർത്തിങ്ങോ ട്രിപ്പിൾ എർത്തിങ്ങോ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി ഒക്കെ അനുസരിച്ചാണെങ്കിൽ എങ്കിൽ ഇൻസ്റ്റലേഷൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് നമ്മൾ എർത്തിങ് ഏത് വേണമെന്നും എത്ര വേണമെന്നും തീരുമാനിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമുക്ക് എർത്തിങ്ങുമായി ബന്ധപ്പെട്ടും പറയാനുള്ളത്. ഏകദേശം 6ാമത്തെ മൊഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ വിട്ടുപോയ കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.